മലയാളി മനസ്സാകെ വിറങ്ങലിച്ചെന്ന സംഭവമായിരുന്നു ആലുവയിൽ പീഡനത്തിനിരയായി ഒരു 5 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. പ്രതി അസ്ഫാക്കാലം മനോവൈകൃതമുള്ള കൊടും ക്രിമിനൽ. കുറ്റവാളിക്ക് നിയമം നൽകിയത് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ. നമ്മുടെ കുരുന്നുകൾ ഈ നാട്ടിൽ സുരക്ഷിതരല്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കൊടും കുറ്റകൃത്യം. പിഞ്ചുകുഞ്ഞിനെ കൊന്ന് തള്ളിയിട്ട് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ അയാൾ മദ്യലഹരിയിൽ മറ്റൊരിടത്ത് കുറച്ചാളുകളുമായി വഴക്കിടുകയായിരുന്നു. ആ ക്രൈം സീനിലേക്ക് പോകുന്നു CID 24. ജൂലൈ 28 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് 2:50 തായ്ക്കാട്ടുകരയിൽ 5 വയസ്സുകാരി പെൺകുട്ടി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് ജ്യൂസ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആ നിരാലംബയായ പെൺകുട്ടിയെ അസ്ഫാക്കാലം എന്ന കൊടും ക്രിമിനൽ വിളിച്ചുകൊണ്ടു പോകുന്നത്. കുട്ടിയെ കാണാനില്ല എന്ന വിവരം പോലീസ് അറിയുന്നത് സംഭവം നടന്ന ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ്. അതായത് കുട്ടിയുടെ രക്ഷിതാക്കൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം മാത്രം. അപ്പോഴേക്കും കുട്ടിയെ കണ്ടെത്താനുള്ള വലിയൊരു അവസരമാണ് പോലീസിന് കൈമോശം വന്നിരുന്നത്. കുട്ടിയുമായി അങ്കമാലിക്കുള്ള ബസ്സിൽ കയറിയ അസ്ഫാക്കാലം ആലുവ മാർക്കറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. തുടർന്ന് മാർക്കറ്റിനുള്ളിലേക്ക് കുട്ടിയുമായി പോയ അസ്ഫാക്കാലത്തോട് അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി ഏതാണ് ഈ കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ തന്റെ മകളെന്നായിരുന്നു മറുപടി. 1 മണിക്കൂറിന് ശേഷം കുട്ടിയില്ലാതെ അസ്ഫാക്കാലം തിരികെ പോകുന്നതും ഇതേ തൊഴിലാളി കണ്ടിരുന്നു. ഈ തൊഴിലാളി നൽകിയ വിവരമാണ് അസ്ഫാക്കാലത്തെ ഈ കേസിൽ കൃത്യമായി കുടുക്കിയത്. 3-3:30 സമയം കറക്റ്റ് അറിയില്ല. ഈ കൊച്ചുമായിട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ VKDയുടെ കടയിൽ ഇരിക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ഈ വന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതേതാ ഈ കൊച്ചി? അപ്പോൾ അവൻ ഈ മലയാളം ചെറുതായിട്ട് പറയണ്ടെന്നാൽ ഹിന്ദിയും രണ്ടും കൂടി മിക്സ് ചെയ്താണ്. അപ്പോൾ ഇവൻ അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ്, നീ അങ്ങോട്ട് എവിടെ പോകണമെന്ന് ചോദിച്ചു. അവിടെ ഇച്ചിരി വെള്ളം അടിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിൻ്റെ പുറകെ ഒരു 2-3 പേര് വന്നാണ്ട് ഞാൻ വെച്ച് ഇത് ഗ്യാങ് കൂടി വെള്ളം അടിക്കാൻ ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ ഏത് നേരവും വെള്ളം അടി ഉണ്ട് ഇതിനകത്ത്. നീ ഇപ്പോൾ വെള്ളം അടിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വഴിയാകെ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ആലുവ മാർക്കറ്റിന്റെ പടിഞ്ഞാറേ വശം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. മദ്യപിച്ചു പലവട്ടം അവിടെ എത്തിയിട്ടുള്ള അസ്ഫാക്കാലത്തിന് ആ വഴികളെല്ലാം കൃത്യമായി അറിയാം. 5 വയസ്സുകാരിയുമായി അവിടെ എത്തിയ അസ്ഫാക്കാലം കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു. നിലവിളിച്ച കുട്ടിയുടെ കഴുത്തിൽ ഉടുത്തിരുന്ന ഉടുപ്പൂരി കുരുക്കാക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അവിടെ തന്നെ കുട്ടിയെ കുഴിച്ചുവിട്ടു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് അസ്ഫാക്കാലത്തെ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ രാത്രി 9 മണിയോടെ തോട്ടക്കാട്ടുകരയിൽ നിന്ന് അസ്ഫാക്കാലത്തെ പിടികൂടി. മദ്യലഹരിയിലായിരുന്നു ഈ സമയം അയാൾ ഉണ്ടായിരുന്നത്. കൂടെ കുട്ടിയും ഉണ്ടായിരുന്നില്ല. കുട്ടി എവിടെയെന്ന ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് അസ്ഫാക്കാലം നൽകിയത്. സ്റ്റേഷനിലെത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും കുട്ടിയെക്കുറിച്ച് ഒന്നും പറയാൻ അസ്ഫാക്കാലം എന്ന കൊടും ക്രിമിനൽ തയ്യാറായില്ല. അപ്പോഴേക്കും കുട്ടിയെ കാണാതായി 7 മണിക്കൂറോളം പിന്നിട്ടിരുന്നു. ആലുവ മാർക്കറ്റിന്റെ കറുത്ത പൊട്ടെന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തി അസ്ഫാക്കാലം കുഴിച്ചിട്ട സ്ഥലം അറിയപ്പെടുന്നത് തന്നെ. മാലിന്യം തള്ളാനല്ലാതെ ആരും പോകാത്ത സ്ഥലം. അവിടെ തന്നെ കുട്ടിയെ കൊലപ്പെടുത്താൻ അസ്ഫാക്കാലം തിരഞ്ഞെടുത്തത് അസ്ഫാക്കാലത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം തെളിയിക്കുന്നതായിരുന്നു. സാക്ഷി വിസ്താരവേളയിൽ 99 സാക്ഷികളും അസ്ഫാക്കാലത്തിനെതിരെ മൊഴി നൽകിയതാണ് കൊടും ക്രിമിനലിന് തൂക്കുകയർ കിട്ടാൻ തന്നെ ഉറപ്പുവരുത്തിയ വിധി ഉണ്ടായത്. 30 ദിവസം കേസ് അന്വേഷിക്കുകയും മറ്റൊരു 60 ദിവസത്തിൽ ട്രയൽ പൂർത്തിയാക്കുകയും
100-ാം ദിവസം വിധി പറയുകയും 110-ാമത്തെ ദിവസം അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്കറിയാം, കൊലപാതക കേസുകളിൽ റെയറായിട്ട് പ്രൂവ് ചെയ്താൽ മാത്രമേ മാക്സിമം പണിഷ്മെൻറ്റ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാറുള്ളൂ. ഒരു തരത്തിലും മാനസാന്തരത്തിന് സാധ്യതയില്ലാത്ത കൊടും ക്രിമിനൽ എന്നായിരുന്നു പ്രോസിക്യൂഷൻ അസ്ഫാകാലത്തെ കോടതിയിൽ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ഒരാൾക്ക് ഈ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കാൻ അവസരം നൽകിയാൽ അത് ജനിക്കാനിരിക്കുന്ന പെൺകുട്ടികളുടെ ജീവന് പോലും ഭീഷണിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും പ്രോസിക്യൂഷന്റെയും ശക്തമായ വാദം കോടതി അംഗീകരിച്ചു. ഒടുവിൽ ഒരു നവംബർ 14-ന് ഇന്ത്യ ശിശുദിനം ആഘോഷിക്കുന്ന അതേ ദിവസം അസ്ഫാകാലത്തിന് തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവ് വന്നു. उसको फांसी चाहिए, अगर जज ने फांसी नहीं दिया तो मैं हाई कोर्ट में जाएगा, हाई कोर्ट में नहीं हुआ तो सुप्रीम कोर्ट तक जाएगा, लेकिन मेरे को फांसी चाहिए. 302 വകുപ്പും പ്രകാരം മരിക്കും വരെ ഹാങ് ചെയ്ത് ചെയ്യുക എന്നുള്ള തൂക്കിക്കൊല്ലുക എന്നുള്ള വിധിയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ അനുസരിച്ചായിരിക്കും ആ വിധി നടക്കുക. അതാണ് ഇത് കൊടുക്കേണ്ടത്. പുറത്തേക്ക് ഇറക്കരുത്, പാഠമായിരിക്കണം. നാളെ വേറെ ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഭായിമാരായാലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉണ്ട്. ഇവര് ഇത് കണ്ടിട്ട് മറ്റൊരു കൊച്ചിനല്ല ഒരാളെ തോട്ടയിരുത്തില്ല. നാട് മുഴുവൻ 5 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുമ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ മറ്റുള്ളവരുമായി വഴക്കുകൂടുകയായിരുന്നു അസ്ഫാകാലം. കുട്ടിയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ മദ്യം ഉപയോഗിച്ചിരുന്നുമില്ല. നിരന്തരമായി രതിവൈകൃത വീഡിയോകൾ കാണുകയും കുട്ടികളെ അവസരം കിട്ടുമ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അസ്ഫാകാലത്തിന്റെ ശീലമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശാരീരികമായി ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടതിന്റെ തെളിവുകളാണ് ഡോക്ടർമാരും കോടതിക്ക് മുന്നിൽ നിരത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.